കർണാടക കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു. വകുപ്പ് വിഭജനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച് മന്ത്രി രാമലിംഗറെഡ്ഡി രാജിക്കത്ത് നൽകി. DK ശിവകുമാർ മുഖ്യമന്ത്രിയായി അധികാരമേറ്റെങ്കിലും കർണാടകയിൽ പാർട്ടിക്കുള്ളിൽ തർക്കങ്ങൾ തുടരുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ്. 6 മാസത്തോളം നീണ്ട തർക്കങ്ങൾക്കൊടുവിലാണ് സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചത്. DK ശിവകുമാർ മുഖ്യമന്ത്രി ആയിട്ടും അധികാര തർക്കങ്ങൾ അവസാനിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് മന്ത്രി രാമലിംഗ റെഡ്ഡിയുടെ രാജി. റെഡ്ഡി ആവശ്യപ്പെട്ട ബംഗളൂരു വികസന വകുപ്പ് ലഭിക്കാത്തതിനെ തുടർന്നാണ് അദ്ദേഹം രാജി നൽകിയത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകൻ പ്രിയാങ്ക് ഖാർഗെയെയും മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ മകൻ യതീന്ദ്രയെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയും പരമേശ്വരിക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകുകയും DK ഹരിപ്രസാദിനെ PCC അധ്യക്ഷനാക്കുകയും ചെയ്തെങ്കിലും വകുപ്പ് വിഭജനത്തിൽ ഉയർന്ന തർക്കങ്ങൾ കോൺഗ്രസിലെ പ്രതിസന്ധിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മന്ത്രിമാരിൽ ഭൂരിഭാഗവും സിദ്ധരാമയ്യ പക്ഷമാണെന്ന പരാതി DK ശിവകുമാറിനെ അനുകൂലിക്കുന്നവർക്കുണ്ട്. അതേസമയം കോൺഗ്രസിന് അധികാര വടംവലിയിലാണ് താൽപര്യമെന്നും കർണാടകയിലെ ജനങ്ങളുടെ ക്ഷേമത്തിനായി കോൺഗ്രസും അവരുടെ സർക്കാരും ഒന്നും ചെയ്യുന്നില്ലെന്നും BJP കുറ്റപ്പെടുത്തി. ജനം, ഡൽഹി.